ഹലോ നമസ്കാരം. ഇന്ന് എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് ഞാൻ ശരിക്കും പെട്ടുപോയി. മുട്ടുമടക്കി എന്ന് പറയാറുണ്ടോ നിങ്ങൾ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മുട്ടുമടക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണെന്നാണ് ബ്രെയിൻ സയൻസ് പറയുന്നത്. എന്തുകൊണ്ടാണ് ബ്രെയിൻ സയൻസ് അങ്ങനെ പറയുന്നത് നമുക്ക് നോക്കിയാലോ. ശരിക്കും കുട്ടികളുടെ മുമ്പിൽ മുട്ടുമടക്കുക എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ കുട്ടികളുടെ മുമ്പിൽ സുല്ലിടുക എന്നുള്ളതാണ് അല്ലേ. പക്ഷേ അങ്ങനെ സുല്ലിടേണ്ട ആവശ്യമൊന്നും നമുക്കെപ്പോഴും വരില്ല. നമ്മൾ ശരിക്കും മുട്ടുമടക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ചിലപ്പോൾ അവർ നമ്മളോട് ക്യൂരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ഡിസ്ട്രെസ് മൊമെൻറ്റിൽ കൂടെ അവർ കടന്നു പോകുന്നുണ്ടാവും. അതും അല്ലെങ്കിൽ അവർ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് നമ്മളെ എറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ആംഗ്രിയാണ്, അവരും ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മളൊന്ന് കാമാവുന്ന ഒരു സമയത്ത് അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണെങ്കിലും അവരോട് കണക്ട് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ട ഒരു സമയത്ത് ഏറ്റവും നന്നായി പ്രാവർത്തികമാക്കാൻ പറ്റുന്ന എഫക്റ്റീവായിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആരുടെ മുമ്പിൽ സ്ലൈറ്റ്ലി നമ്മൾ കണ്ണിന് താഴെ നിന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് അവരുടെ കണ്ണിൻ്റെ താഴെ നമുക്ക് കുനിഞ്ഞ് നിന്ന് സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുനിഞ്ഞിരുന്ന് സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവായിരിക്കും. എങ്ങനെയാണ് ഇത് ഇഫക്റ്റീവ് ആകുന്നതെന്ന് വെച്ചാൽ, കുട്ടികൾ അവരുടെ കണ്ണിന് മുകളിൽ കാണുന്ന സാധനങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് അവർ വളരെ അവരുടെ ബ്രെയിൻ വളരെയധികം ഡേഞ്ചറസ് സിഗ്നൽസ് എല്ലാം കൊടുക്കുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ്റെ സിഗ്നൽസ് ആയിരിക്കും കുട്ടിക്ക് ഫുള്ള് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവൻ്റെ നേരെ മുമ്പിൽ നിന്നിട്ട് അല്ലെങ്കിൽ ബെൻഡ് ചെയ്തിട്ട് ഒക്കെ ആണെങ്കിൽ ആ സമയം അതിനെ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സിറ്റുവേഷൻ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പം നിങ്ങൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഫീൽ ചെയ്യുന്നത് നീ ഒരു ഭീഷണിയായിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷന് ഭയങ്കര ഒരു സേഫ്റ്റി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല, ഒരു ത്രെട്ടണിങ് ആയിട്ടാണ്, ഡേഞ്ചറസ് ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരുടെ മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുക എന്ന് നമ്മൾ പറയുന്നത്. മുട്ടുകുത്തി ഇരുന്നായിട്ടുണ്ടെങ്കിലുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ നെർവസ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി കാമാവാൻ തുടങ്ങും. അങ്ങനെ കാമാവുമ്പോൾ എന്താണ്, അവർ കണക്ഷനിൽ വേണ്ടിയിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ കുട്ടികളുടെ അടുത്ത് മുട്ടുകുത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഓട്ടോമാറ്റിക്കലി അവരതിന് വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ട് വരും. അങ്ങനെ ഓപ്പൺ ആവുന്ന സമയത്ത് എന്താണ്, അവർ കൂടുതലും അവരുടെ എൻവയോൺമെൻറ്റൊക്കെ സേഫായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങും. നിങ്ങളുമായിട്ടൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഡേഞ്ചറസ് എന്നുള്ള ആ ഒരു സിഗ്നൽസ് എല്ലാം കുറഞ്ഞിട്ട് ഒരു ഹാപ്പി ഹോർമോൺസൊക്കെ അവർക്ക് മെല്ലെ ഇൻക്രീസ് ആവാൻ തുടങ്ങും. ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആ കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺസ് മെല്ലെ ഡിക്രീസ് ആവാൻ തുടങ്ങും. അങ്ങനെയുള്ള സമയത്ത് അവർ കുറച്ചും കൂടെ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ വേണ്ടി റെഡി ആയിരിക്കും. ആ ഒരു സമയത്താണ് ശരിക്കും നമ്മൾ അവരോട് ഒരു കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ആ കുട്ടിയുടെ കൈയുടെ ലെവലിൽ താഴ്ന്ന് ഒന്ന് ഇരുന്നിട്ട് സംസാരിക്കാൻ നോക്കും. കുറച്ച് കുട്ടികളൊക്കെ കുറച്ചും കൂടെ വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ചിലപ്പം 10, 14, 15 വയസ്സുള്ള കുട്ടികളൊക്കെ ടീനേജേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവരുടെ ഐ ലെവലിൽ നിന്ന് സംസാരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടിയും കുടിച്ച് പിടിച്ച് വേണമെങ്കിൽ നമുക്കൊന്ന് എവിടെയെങ്കിലും പോയി ഇരുന്ന് സംസാരിക്കാം. പക്ഷേ 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പലപ്പോഴും നമ്മുടെ വളരെ കുഞ്ഞായിരിക്കും. അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിലത്ത് അവരുടെ കൂടെ ഇരുന്ന് ഐ ലെവലിൽ താഴെ നിന്ന് സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് മാസീവാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണ് അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നോട് പറയണം. അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്